ദിവിഷെ, ചെളിയൊന്നും പറഞ്ഞ് ആ കിടക്കുന്ന ജീർണിച്ച അവസ്ഥയിലുള്ള വസ്തുവിനെ നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. അത് ശരിക്കും പറഞ്ഞാൽ അത് എത്രത്തോളം മാലിന്യം എന്നൊന്നും പറഞ്ഞാൽ പോരാ. അവിടെ ഇറങ്ങി ഈ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ സമ്മതിക്കണം. അവരിറങ്ങിയത് കൊണ്ട് കലങ്ങിയതല്ല. നമ്മൾ ഈ പാർവതി പുത്തനാറിൻ്റെയൊക്കെ അവസ്ഥ ഇന്നലെ ഇവിടെ തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ ആമയഞ്ചാൻ തോട് പിന്നീട് കടന്നു പോകുമ്പോൾ പാർവതി പുത്തനാർ ടാറ് പോലെയുള്ള വെള്ളത്തിലിറങ്ങിയാണ്. സാധാരണ സ്കൂബ ഡൈവിംഗ് ടീം നമ്മുടെ ഈ സംവിധാനം എന്ന് പറയുന്നത് അത്യാവശ്യം രാജ്യത്തെ തന്നെ മികച്ച സംവിധാനം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഇവർക്ക് ഇത്തരത്തിലൊരു സാഹചര്യം ഇതിനു മുൻപ് നേരിടേണ്ടി വന്നിട്ടുണ്ടാകില്ല. സാധാരണ നിലയിൽ വെള്ളത്തിലൊക്കെ പോകുന്ന ആളുകളെ ഇവർ വേഗത്തിൽ തന്നെ രക്ഷിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയവരാണെങ്കിൽ കൂടി ഇവർ ആ മൃതദേഹം കണ്ടെടുത്ത് കരയിലേക്ക് എത്തിക്കുന്നതിലൊക്കെ കുറച്ച് മറ്റ് ആളുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി പരിശീലനം സിദ്ധിച്ചവരാണ് ഇവർ. പുറത്തൊക്കെ പോയി പരിശീലനം നേടി വന്ന ആളുകളാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ. പക്ഷേ ഇന്ന് ഇവിടെ ഇറങ്ങി കയറി വന്ന ഉദ്യോഗസ്ഥൻ ഉച്ചക്കത്തെ വാർത്തയിലെല്ലാം അത് പ്രതികരണമായി പോയിരുന്നു. അത് കേട്ടാൽ മനസ്സിലാക്കാൻ കഴിയും. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് എത്രത്തോളം ഭീഷണിയാണ് അവർ നേരിടുന്നത് എന്ന്. മാത്രമല്ല, സാധാരണ ഇവർ മാസ്ക് വെച്ചാണ് ഇറങ്ങുന്നത്. ഫ്രണ്ടിൽ അവർക്ക് മാസ്കിന് മുന്നിൽ ഗ്ലാസുമുണ്ട്. ആ ഗ്ലാസ്സിലൂടെ ഇവർക്ക് പുറത്തെ ദൃശ്യങ്ങൾ സാധാരണ നിലയിൽ കാണാൻ കഴിയും. പക്ഷേ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഈ വെള്ളം കറുത്ത് കലങ്ങി കിടക്കുന്ന വെള്ളമായതിനാൽ പുറത്തേക്ക് നോക്കിയാൽ അവർക്കൊന്നും കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല, രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങുന്ന നമ്മുടെ അവസ്ഥ തന്നെയാണ്. അല്ലെങ്കിൽ ഈ മാസ്ക് ഒന്നും ഇല്ലാതെ ഈ കറുത്ത വെള്ളത്തിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് എന്താണോ സംഭവിക്കുന്നത് അത് തന്നെയാണ് അവരുടെയും അവസ്ഥ. അവരും മനുഷ്യരാണ്. മറ്റ് ഒരു മാസ്ക് ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഒരു സാഹചര്യങ്ങളും അവർക്ക് ഈ വെള്ളത്തിനടിയിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോഴെന്തായാലും അവരൊരു വട്ടം കൂടി ശ്രമിക്കുകയാണ്. ഇവിടെ നിന്നും സമാന്തരമായി ഈ വെള്ളം പുറത്തേക്ക് പോകുന്ന ഭാഗത്തു നിന്നും കുറച്ച് ദൂരം അകത്തേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളൊരു സാധ്യതയാണ് തേടുന്നത്. ഇപ്പോൾ ഇവർ അകത്തേക്ക് പോയി എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊന്ന് പരിശോധിക്കും. അതിനുശേഷമായിരിക്കും വിശദമായ പരിശോധന വീണ്ടും ഉണ്ടാകുക. നേരത്തെ അനന്തൻ വിശദീകരിച്ചതുപോലെ കൃത്യമായൊരു പ്ലാൻ ഇപ്പോൾ ഇന്ന് ജില്ലാ ഭരണകൂടത്തിന് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥർ പോയി നോക്കുക. അതിനുശേഷം ഇവിടെ കുറച്ചുകൂടി വെള്ളം ഉയർത്തുക. അതിനുശേഷം ഈ അകത്ത് കിടക്കുന്ന മാലിന്യം പുറത്തേക്ക് വലിച്ചെടുക്കാനുള്ള ഒരു ജനറോബോട്ടിക്കിൻ്റെ ഒരു പ്രത്യേക മെഷീനൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ സക്ക് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യും. അല്ല എങ്കിൽ ഒരുപക്ഷെ വെള്ളം അകത്തേക്ക് പമ്പ് ചെയ്ത് കയറ്റി ഈ ടണൽ നിറയ്ക്കുക എന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് വലിയ തോതിൽ ഉയർത്തിയ ശേഷം ഒന്നിച്ചങ്ങ് തുറന്നുവിടും. അപ്പോൾ വേഗത്തിൽ ഈ ഷട്ടർ അങ്ങ് പെട്ടെന്ന് ഉയർത്തി തുറന്നുവിടും. വലിയൊരു ശക്തിയിൽ വെള്ളം അവിടുന്ന് തള്ളിയിങ്ങ് പോരും. ആ വെള്ളത്തിനൊപ്പം കുറേയധികം മാലിന്യം പുറത്തേക്ക് പോകും എന്നുള്ളതാണ്. ഒരാൾ കുടുങ്ങിക്കിടപ്പുണ്ട് എങ്കിൽ അതിനൊപ്പം പുറത്തേക്ക് തള്ളിപ്പോരും എന്നൊരു പ്രതീക്ഷയിൽ അങ്ങനെ വെള്ളം തടഞ്ഞു നിർത്തി പെട്ടെന്ന് തുറന്നു വിടാനുള്ള ഒരു നീക്കം കൂടി നടത്തുന്നുണ്ട്. പക്ഷേ അത് അവസാനഘട്ട നീക്കം എന്നുള്ള നിലയിലായിരിക്കും നടത്തുക. ഏറ്റവും ഒടുവിൽ ഇനിയിപ്പോൾ അതും സാധ്യമായില്ല എങ്കിൽ ഈ വെള്ളം പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് വെള്ളത്തിൻ്റെ ഇവിടേക്കുള്ള വരവ് അത് പക്ഷേ അത്ര വേഗത്തിൽ സാധ്യമാകുന്നതല്ല. വെള്ളത്തിൻ്റെ വരവ് തടഞ്ഞുകൊണ്ട് വെള്ളം പൂർണ്ണമായും ഒഴിവാക്കി ഇവിടെ വേഗത്തിൽ തിരികെ